കാടുപോൽ നിറഞ്ഞൊരു ഗ്രാമത്തെ തേടി, കല്ലും പാറയും ഒറ്റയും നിറഞ്ഞൊരു നാടിനെയാകെ കൊടുമയേ. മമ്പമാവചനം കടന്നു ഹൃദയത്തിൽ വിശ്വാസത്തിൻ വെളിച്ചമായി. കടന്നു ഹൃദയത്തിൽ വിശ്വാസത്തിൻ വെളിച്ചമായി. ഞങ്ങൾക്കും വേണമൊരു പ്രാർത്ഥനാലയം, ഞങ്ങൾക്കും ആരാധിച്ചിടേണം. ഞങ്ങൾക്കും വേണമൊരു പ്രാർത്ഥനാലയം, ഞങ്ങൾക്കും ആരാധിച്ചിടേണം. ആദ്യന്തമാം വചനം കടൽ കടന്നെത്തി, കാടുപോൽ നിറഞ്ഞൊരു ഗ്രാമത്തെ തേടി. ദൈവം കനിഞ്ഞൊരു ആലയത്തിൽ ആരാധനാ സ്തുതി സ്തോത്രത്തോടെ. ദൈവം കനിഞ്ഞൊരു ആലയത്തിൽ ആരാധനാ സ്തുതി സ്തോത്രത്തോടെ. ഇന്നുച്ചി സ്ഥാനത്തു നിൽക്കുന്നീ ആലയം യൗവനമകരങ്ങളിലൂടെ. ഇന്നുച്ചി സ്ഥാനത്തു നിൽക്കുന്നീ ആലയം യൗവനമകരങ്ങളിലൂടെ. ആദ്യന്തമാം വചനം കടൽ കടന്നെത്തി, കാടുപോൽ നിറഞ്ഞൊരു ഗ്രാമത്തെ തേടി. വചനവിശ്വാസ പ്രാർത്ഥന ജീവിത വളർന്നിടുന്നു ഓരോ ഹൃദയങ്ങളിൽ. വചനവിശ്വാസ പ്രാർത്ഥന ജീവിത വളർന്നിടുന്നു ഓരോ ഹൃദയങ്ങളിൽ. ഇനിയും കായും കനിയും നിറയട്ടെ യൗവനത്തിൻ്റെ ശോഭകളിൽ. ഇനിയും കായും കനിയും നിറയട്ടെ യൗവനത്തിൻ്റെ ശോഭകളിൽ. ആദ്യന്തമാം വചനം കടൽ കടന്നെത്തി, കാടുപോൽ നിറഞ്ഞൊരു ഗ്രാമത്തെ തേടി. കല്ലും പാറയും ഒറ്റയും നിറഞ്ഞൊരു നാടിനെയാകെ കുളിർമയേ. കാൽവരി ലൂഥറൻ സഭ കൽപ്പാറപ്പൊറ്റ. ചരിത്രം. മനുഷ്യൻ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മേലാളിത്വത്തിന്റെ കരാളഹസ്തത്തിൽ അമർന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം പോലെ വളർന്നിരുന്ന ഒരു കാലം. ഇങ്ങനെ അടിമത്തത്തിന്റെ അഗാധതയിൽ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് സാഗരങ്ങൾക്കപ്പുറത്തു നിന്നും വന്ന റവറൻഡ് ആൽവിൻ മുള്ളർ എന്ന മിഷണറിയാണ് കൽപ്പാറപ്പൊറ്റ പ്രദേശത്തിലെ അന്ധകാരം മാറ്റി നീതി സൂര്യനാകുന്ന യേശുവിന്റെ വചനം പേർക്കൊണ്ട് പ്രകാശത്തിന്റെ തിരുനാളങ്ങൾ കത്തിച്ചത്. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് കൽപ്പാറപ്പൊറ്റ അപ്പിയാൻ വാദ്യാർ എന്നറിയപ്പെടുന്ന ശ്രീ സി തോംസൺ, മേലയ്ക്കാവിള ദേവദാസൻ, ശ്രീ കരിമരം സ്റ്റീഫൻ എന്നിവർ ആയിരുന്നു. ഇവർ അധ്യാപകരും ആയിരുന്നു. കൽപ്പാറപ്പൊറ്റയിൽ ഒരു ലൂഥറൻ സഭ സ്ഥാപിക്കണമെന്ന് ഇവർ ആലോചനയിടുകയും പൊൻവിള ഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന റവറൻഡ് മാസിലാമണി അവർകളെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ഒത്താശയോടെ മിഷണറിയായിരുന്ന റവറൻഡ് എ മുള്ളർ അവർകളെ കാണുകയും അവിടെ ഒരു സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് പലരും സഭയിൽ ചേർന്നു. കുന്നിയോട് താടുവൻ നാടാർ എന്ന ജോസഫ് മുതലാളിയും, പടനാവുമുള്ള ശ്രീ അപ്പലോസ് നാടാരും, കരുമരത്ത് നിന്ന് നാടാൻകുട്ടി വൈദ്യർ എന്ന ജോസഫ് വൈദ്യരും, പാറയടിയിൽ ശ്രീ പി മുത്തുസ്വാമി നാടാരും, ശ്രീ സി ക്രിസ്തുദാസ്, പന നിന്നുള്ള ശ്രീ കുഞ്ഞൻ നാടാരും ആരാധനകളിൽ പങ്കെടുത്തു തുടങ്ങി. ആദ്യ നാളുകളിൽ അവധി ദിനങ്ങളിൽ ശ്രീ സി തോംസണും ശ്രീ എ ടി ദേവദാസനും ഭവന സന്ദർശനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ആദ്യകാലങ്ങളിൽ ശ്രീ തോംസൺ മേൽനോട്ടം വഹിച്ച ഡീക്കന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ശ്രീ പി മുത്തുസ്വാമി ഡീക്കർ, ശ്രീ സി ക്രിസ്തുദാസ് ഡീക്കർ, ബ്ലാവറത്തല ശ്രീ ജോഷുവ ഡീക്കർ, ശ്രീ ദാസൻ ഡീക്കർ, പടർന്നമാവിള ശ്രീ അപ്പല്ലോസ് ഡീക്കർ, കരുമരം മനാസ് ഡീക്കർ, കുളമണ്ണ് ശ്രീ ലോക്കോസ് ഡീക്കർ, എണ്ണവിള ശ്രീ ദാനം ഡീക്കർ എന്നിവർ ഡീക്കന്മാർ എന്ന പദവിയിൽ സഭയെ സേവിച്ചു.
മുള്ളർ മിഷണറിയുടെ 7 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ 1930 സ്ഥാപിക്കപ്പെട്ട ഏക സഭയാണ് കൽപ്പാറപ്പൊറ്റ സഭ. ഇന്നുള്ള കൺകോഡിയ ഹൈസ്കൂളിന് 250 മീറ്റർ തെക്കുമാറി ശ്രീ തോംസന്റെ പുരയിടത്തിൽ ഒരു ഓലഷെഡ് നിർമ്മിച്ച് അതിലായിരുന്നു ആരാധനയ്ക്ക് തുടക്കം. കരുമരം ജോസഫ് വൈദ്യർ, പനനിന്നവിള ശ്രീ കുഞ്ഞൻ നാടാർ എന്നിവരുടെ ശ്രമഫലമായി കുന്നിയോട് ശ്രീ താണുവൻ മുതലാളിയിൽ നിന്നും 41 സെന്റ് സ്ഥലം മിഷനു വേണ്ടി 1939 റവറൻ VP ഹാൺ എന്ന മിഷണറി വാങ്ങുകയുണ്ടായി. പിന്നീട് റവറൻ ML വീണക്കൺ എന്ന മിഷണറി ശ്രീ രാജപ്പൻ നാടാരിൽ നിന്നും 2 സെന്റ് സ്ഥലം കൂടി വാങ്ങി ശ്രീ തോംസൺ പുരയിടത്തിലെ ഓലഷെഡ് മാറ്റി പുതുതായി വാങ്ങിയ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ച് അവിടെ ആരാധന തുടങ്ങി. ശ്രീ P മുത്തുസ്വാമി ഡീക്കരുടെ നേതൃത്വത്തിലാണ് പ്രസ്തുത കെട്ടിടം നിർമ്മിച്ചത്. ഭൂരിഭാഗം വിശ്വാസികളും പനക്കയറ്റ് തൊഴിലാളികളായിരുന്നതുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥം ആരാധന 11 മണിക്ക് തുടങ്ങി. ഈ സഭയിലെ ആദ്യ തിരുസ്നാനം കൽപ്പാറപ്പൊറ്റ ശ്രീ T രാജരത്നത്തിന് നൽകിയിട്ടുള്ളതാണ്. ശ്രീ U ഡാനിയേൽ ആദ്യ ഉപദേശി ആയിരുന്നു. തുടർന്ന് ശ്രീ MN ഷാമുവേൽ, ശ്രീ S ജോർജ്, ശ്രീ കുഞ്ഞൻ, ശ്രീ ഇരമ്യ, ശ്രീ സ്റ്റീഫൻസൺ, ശ്രീ നല്ലതമ്പി, ശ്രീ A ഈനോസ് എന്നിവർ ഉപദേശിമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റവറൻ NA പൊന്നൻ, റവറൻ KP മാസിലാമണി, റവറൻ PG സത്യനേശൻ, റവറൻ T ചാൾസ്, റവറൻ K അലക്സാണ്ടർ, റവറൻ MM യോഹന്നാൻ, റവറൻ K രാജയ്യൻ, റവറൻ C നേശമണി, റവറൻ M ഗോമസ്, റവറൻ A വത്സരാജ്, റവറൻ J സ്റ്റാലിൻ എന്നിവർ പാസ്റ്റർമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റവറൻ S അജു ജോൺ പ്രവർത്തിച്ചു വരുന്നു. റവറൻ MM യോഹന്നാൻ 1965 മുതൽ 1968 വരെ ഈ സഭയെ സേവിച്ചു. അദ്ദേഹം ഇവിടെ സ്ഥിരതാമസമായിരുന്നില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കാലം കൽപ്പാറപ്പൊറ്റ ശ്രീ തോംസൺ അവരുടെ ഭവനത്തിൽ താമസിച്ചുകൊണ്ടാണ് സഭയിലെ ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. പേച്ചന്തയിൽ സുവിശേഷ വേല ആരംഭിച്ചത് ഇദ്ദേഹമാണ്. റവറൻ K അലക്സാണ്ടർ 1968 മുതൽ 1971 വരെ ഈ സഭയെ സേവിച്ചു. മിഷൻ കെട്ടിടത്തിൽ കുടുംബമായി താമസിച്ചാണ് സഭാ ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വളരെ സഹനത്തോടെ വിനയപൂർവ്വം സഭാ ശുശ്രൂഷകൾ നടത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ റാന്തൽ വിളക്കിന്റെ സഹായത്തോടെ ഭവന സന്ദർശനങ്ങൾ നടത്തിയിരുന്നത് സ്മരണീയമാണ്. റവറൻ K രാജയ്യൻ 1971 മുതൽ 1980 വരെ സഭയിൽ ക്രമീകൃതമായ ഒരു ശുശ്രൂഷ പക്വതയോടും സമർപ്പണത്തോടും നിർവഹിച്ചു. ആവശ്യക്കാർക്ക് സ്വന്തം ചെലവിൽ ഹോമിയോ ചികിത്സയും നൽകിയിരുന്നു. കുന്നിയോട് പ്രദേശത്തെ വനിതകളെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യമിട്ട് വെട്ടുവിളയിൽ ഒരു കൾച്ചറൽ ക്ലബിനായി ശ്രമിക്കുകയും അതിനായി അക്രൈസ്തവരെ കൂടെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ച് സംഭാവനകൾ സ്വീകരിച്ച് 5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചത് സ്മരണീയമാണ്. റവറൻ C നേശമണി 1982 മുതൽ 14 വർഷം തുടർച്ചയായി ഈ സഭയിൽ സേവനമനുഷ്ഠിച്ചു. ശരിയായ ലൂഥറൻ ഉപദേശത്തിൽ സഭയെ നടത്തി. നിലവിലെ പുതിയ ആരാധനാലയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലയളവുകളിൽ കൂടുതൽ തിരുവത്താഴാർത്ഥികളെ പഠിപ്പിച്ച് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. റവറൻ M ഗോമസ് 1/6/1995 മുതൽ 31/5/1997 വരെയും 1/6/2002 മുതൽ 31/10/2012 വരെയും ഈ സഭയിൽ ദീർഘകാലം ശുശ്രൂഷകനായിരുന്നു. എല്ലാ തലങ്ങളിലെ സഭയുടെ ശുശ്രൂഷകളും നിറപടിയായി നിർവഹിച്ചു. സഭയ്ക്ക് ഒരു കല്യാണ മണ്ഡപം, ശുശ്രൂഷകന്മാരുടെ താമസത്തിന് ഒരു പുതിയ ഭവനം എന്ന ആശയങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വളരെ പരിശ്രമിച്ച് അവ സാധ്യതമാക്കി. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി ലീല ഗോമാസ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ താങ്ങായിരുന്നു. മൂത്ത മകൾ ശ്രീമതി സുമയും ഭർത്താവും IELCയുടെ ശുശ്രൂഷക്കാരാണ്. മൂത്ത മകളുടെ വിവാഹം ഈ സഭയിൽ വെച്ചും മകൻ ശ്രീ സാജന്റെ വിവാഹം ഇവിടുത്തെ താമസത്തിനിടയിലും നടത്തപ്പെട്ടു. ഇളയ മകൻ ശ്രീമതി അനിതയും കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ളതുമാണ്. ലൂഥറൻ കായകൻ, തുള്ളൽപുരയിൽ നിന്നും ഒരു തുടക്കം എന്നീ 2 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റവറൻ A വത്സരാജ്, റവറൻ M ഗോമാസ് ഈ സഭയിലെ ശുശ്രൂഷകനായിരിക്കെ പേരൂർക്കട കാൽവരി ലൂഥറൻ സഭയുടെ വിളി സ്വീകരിച്ചു പോയതിനെ തുടർന്ന് റവറൻ A വത്സരാജിനെ ഈ സഭയിലേക്ക് നിയമിക്കുകയുണ്ടായി.
അദ്ദേഹം 1/6/1997 മുതൽ 31/5/2002 വരെ ഈ സഭയെ ശുശ്രൂഷയിൽ വഴി നടത്തി. ശ്രീമതി ഡൈസിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അവർ താങ്ങും തണലുമായിരുന്നു പ്രവർത്തിച്ചു. റവറന്റ് ജെ സ്റ്റാലിൻ 1/6/2014 മുതൽ 31/5/2018 വരെ 4 വർഷം അദ്ദേഹം ഈ സഭയിൽ സേവനമനുഷ്ഠിച്ചു. സഭയിലെ എല്ലാ സംഘടനകൾക്കും ശുശ്രൂഷകൻ, ഉപദേശകൻ എന്ന നിലയിൽ നല്ല നേതൃത്വം നൽകി. സഭയിൽ പുതുതായി ലേമൻസ് ലീഗ്, മുതിർന്നവരുടെ സൺഡേ ക്ലാസ്, യുവതി-യുവാക്കളുടെ തൊഴിൽ സാധ്യതയ്ക്കായി PSC കോച്ചിംഗ് ക്ലാസ് ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി ദിവ്യ, മക്കൾ ഏബൻ, എൽവിൻ. വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ പ്രയാസമെന്ന് കണ്ട മുൻ മിഷണറി ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങി. ആദ്യകാലങ്ങളിൽ സഭാ ശുശ്രൂഷകരായിരുന്നു പ്രാഥമിക അധ്യാപകർ. സ്കൂളുകളിൽ വേദപാഠം പഠിപ്പിക്കുന്നതിൽ അന്നത്തെ അധ്യാപകർ വളരെ താല്പര്യം കാണിച്ചിരുന്നു. അതിന്റെ ഫലമായി 5 സഭാ ശുശ്രൂഷകരെ വാർത്തെടുക്കാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞു. റവറന്റ് ജെ യോവാസ്, റവറന്റ് D യേശുദാസൻ, റവറന്റ് S റസ്ലേയൻ, റവറന്റ് T ജോയ്സൺ, റവറന്റ് J വിജയൻ എന്നിവർ. ശ്രീ M വിജയരാജൻ ഗവൺമെന്റ് സർവീസിൽ നിന്നും അവധിയെടുത്ത് പാസ്റ്റർ കോഴ്സ് പഠിച്ച് പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ D എഡ്വിൻ, മിസ്റ്റർ R ജോൺദാസ് എന്നിവർ കൺകോർഡിയ സെമിനാരിൽ പാസ്റ്റർ കോഴ്സിന് പഠിച്ചു വരുന്നു. പുതിയ സുവിശേഷ കേന്ദ്രങ്ങൾ. കൽപ്പാറപ്പറ്റ സഭയുടെ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി തിട്ടക്കുടി, പേച്ചന്ത, പാട്ടവിള എന്നിവിടങ്ങളിൽ സഭകൾ ആരംഭിച്ചിട്ടുണ്ട്. വേമ്പനാട്ടിൻവിള കേന്ദ്രമാക്കി ഒരു സുവിശേഷ വേല ആരംഭിച്ചുവെങ്കിലും അത് പ്രതീക്ഷയ്ക്കൊത്ത് വിപുലീകരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വേമ്പനാട്ടിൻവിള കൂടെ ഉൾപ്പെടുത്തി പാറയുടെ കേന്ദ്രമാക്കി ഒരു സബ് സെന്ററിന്റെ പ്രവർത്തനം 2015 മുതൽ 2016 വരെ നടന്നു. തിട്ടക്കുടി 1947 നവംബറിൽ റവറൻ KP മാസില്ല മുനി കൽപ്പാറപ്പറ്റ സഭയിൽ ശുശ്രൂഷകനായിരിക്കെ 15 കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് ഇവിടെ ഒരു ആരാധനാ കേന്ദ്രം ആരംഭിച്ചു. ആദ്യ ആരാധന ശ്രീ മുത്തുനായകം വ്യാപാരിയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. റവറൻ C നേശമണി സഭാ ശുശ്രൂഷകനായിരിക്കെ സഭയ്ക്ക് കൂടുതൽ വളർച്ചയുണ്ടായി. 1991 റവറൻ C നേശമണിയുടെയും സഭാ പ്രസിഡന്റ് ശ്രീ K നെൽസന്റെയും സഭാ അംഗങ്ങളുടെയും ശ്രമഫലമായി പുതിയ പള്ളി പണിയുകയുണ്ടായി. 1994 മുതൽ കൽപ്പാറപ്പറ്റ സഭയിൽ നിന്നും വേറിട്ട് തനി സഭയായി നിലകൊള്ളുന്നു. പേച്ചന്ത റവറൻ MM യോഹന്നാൻ കൽപ്പാറപ്പറ്റ സഭയിലെ ശുശ്രൂഷകനായിരിക്കെ 1967 സ്ഥാപിതമായതാണ്. ആദ്യ നാളുകളിൽ റവറൻ T ജോയ്സൺ ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു. 1968 പേച്ചന്ത സഭയെ ചെങ്കവിള പാസ്റ്ററേറ്റിന് കീഴിലാക്കി. ഇവിടെ കൽപ്പാറപ്പറ്റ സഭാ അംഗമായിരുന്ന ശ്രീ K ഫ്രാങ്ക്ലിൻ, ഇപ്പോഴും സഭാ അംഗമായിരിക്കുന്ന ശ്രീ M വിജയരാജൻ എന്നിവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പേച്ചന്ത ശ്രീ ചെല്ലയൻ നാടാർ എന്ന മന്ത്രവാദിയുടെ ഭവനത്തിൽ വെച്ചാണ് തുടക്കത്തിൽ ആരാധന നടത്തിയിരുന്നത്. 1971 മിഷണറി ആയിരുന്ന റവറന്റ് M J ലൂട്സിയുടെ സഹായത്താൽ ഒരു പള്ളി പണിത് ആരാധന നടത്തിവരുന്നു. പാട്ടവിള കൽപ്പാറപ്പറ്റ സഭാംഗമായ ശ്രീ M ഗബ്രിയലിന്റെ താല്പര്യപ്രകാരം സഭാ ശുശ്രൂഷകനായിരുന്ന റവറൻ K രാജയൻ അവരുടെ സഹകരണത്തോടെയാണ് ഇവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചത്. പ്ലാവിള ശ്രീ ചെല്ലയൻ സാറിന്റെ ഭവനത്തിൽ വെച്ചാണ് ആരംഭ നാളുകൾ ആരാധന നടത്തിയിരുന്നത്. റവറൻ K രാജയനും ശ്രീ M ഗബ്രിയലും ആരാധനകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. 1983 പൊൻവിളയിൽ നിന്നുള്ള ശ്രീ P മണിയെ സുവിശേഷകനായി നിയമിച്ചു. ശ്രീ ചെല്ലയൻ സാർ നൽകിയ 5 സെന്റ് ഭൂമിയിലാണ് ഇന്ന് കാണുന്ന ദേവാലയം. റവറൻ C നേശമണിയുടെയും ശ്രീ M ഗബ്രിയലിന്റെയും സഹകരണത്തോടും മിഷന്റെ ഭാഗികമായ സഹായത്തോടും സഭാംഗങ്ങളുടെ സംഭാവനകളോടും കൂടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ILC പ്രസിഡന്റായിരുന്ന റവറൻ D ജോൺ ഹോസ് അവർകൾ ഇതിന്റെ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. 2011 വരെ പാട്ടവിള സഭയും തിട്ടക്കുടി സഭയും ഒരു പാസ്റ്ററേറ്റിന്റെ കീഴിലായിരുന്നു. 2012 മുതൽ ഒരു സ്വതന്ത്ര സഭയും പാസ്റ്ററേറ്റുമായി നിലകൊള്ളുന്നു. കൽപ്പാറപ്പറ്റ സഭയിൽ മലയാളം, തമിഴ് ഭാഷക്കാരായി 230 കുടുംബങ്ങളുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8 മണിക്ക് ആരാധന നടന്നു വരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിക്ക് ഇടയാരാധനയും നടന്നു വരുന്നു. ഓരോ മാസത്തെയും 1-ാമത്തെ ആഴ്ച തിരുവത്താഴവും 2-ാമത്തെ ആഴ്ച സഭായോഗവും 3-ാമത്തെ ആഴ്ച വനിതാ സമാജവും 4-ാമത്തെ ആഴ്ച യൂത്ത് ലീഗും നടന്നു വരുന്നു. എല്ലാ വർഷവും ജനുവരി ആദ്യ ഞായർ സഭാദിനമായി ആചരിച്ചു വരുന്നു. സർക്കിൾ, സിനഡ് തല പൊതുപരിപാടികളിൽ സഭ സജീവമായി പങ്കെടുക്കുന്നുണ്ട്.
സഭയുടെ 85-ാം വാർഷികത്തോടനുബന്ധിച്ച് 75 വയസ്സ് തികഞ്ഞ സഭാംഗങ്ങളെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. മിഷൻ വീട്. കാലപ്പഴക്കം ചെന്ന് ഇടിഞ്ഞു വീഴാറായ പഴയ മിഷൻ വീട് പൊളിച്ച് പുതിയ മന്ദിരം നിർമ്മിക്കുകയുണ്ടായി. സഭാ ശുശ്രൂഷകനായിരുന്ന റവറൻഡ് എം ഗോമസിന്റെ നിരന്തരമായ ശ്രമത്താൽ ട്രസ്റ്റ് സെക്രട്ടറിയും മിഷണറിയുമായിരുന്ന മിസ് ആലിസ് ജി ബ്രായറുടെ പ്രത്യേക താൽപര്യത്താൽ ലഭിച്ച 1,00,000 പരം രൂപയുടെ സഹായത്തോടും സഭാ ഫണ്ടും സംഭാവനകളും കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. 2005-ൽ മിഷൻ വീടിന്റെ ഉദ്ഘാടനം റവറൻഡ് രാജഗംഭീരത്തിന്റെ അഭാവത്തിൽ മിസ് ആലിസ് ജി ബ്രായറുടെ സാന്നിധ്യത്തിൽ പൊൻവിള സർക്കിൾ പ്രസിഡന്റ് റവറൻഡ് എസ് നവദീപം നിർവഹിച്ചു. മിഷൻ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള അതിര് കെട്ടുന്നതിന്റെ ചില തടസ്സങ്ങളുണ്ടായത് കോടതി മുഖേന അതിര് അളന്ന് തിരിച്ചുകെട്ടി പൂർത്തിയാക്കുന്നതിന് ശ്രീ കുഞ്ഞൻ ഉപദേശി വഹിച്ച പങ്ക് വിസ്മരിക്കാവുന്നതല്ല. സ്കൂൾ പ്രവർത്തനം. സഭയുടെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് കണ്ട അന്നത്തെ മിഷണറിമാർ സ്കൂൾ പ്രവർത്തനം തുടങ്ങി. ആദ്യം 3 ക്ലാസുകൾ, പിന്നെ 5 വരെ പ്രവർത്തിച്ചു. സഭാ ശുശ്രൂഷകരാണ് അന്നത്തെ പ്രഥമ അധ്യാപകനായി ഈ കാലയളവിൽ സഭയുടെയും അധ്യാപകരുടെയും ഒരുമിച്ചുള്ള ശ്രമഫലമായി തമിഴ് ക്ലാസുകൾ തുടങ്ങി. എല്ലാ ദിവസവും വേദപാഠ ക്ലാസുകൾ നിർബന്ധമായും നടത്തിയിരുന്നു. റവറൻഡ് എം യോഹന്നാൻ മാനേജരും റവറൻഡ് ജീവരാജ് കറസ്പോണ്ടന്റ്, ശ്രീ കെ നേശമണി പ്രഥമ അധ്യാപകനും ആയിരുന്നപ്പോൾ മിഡിൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് മലയാളത്തിൽ 8 ക്ലാസും തമിഴിൽ 8 ക്ലാസുമായി 16 ക്ലാസുകൾ ഭംഗിയായി നടന്നിരുന്നു. ആദ്യകാലത്ത് സ്കൂളും ദേവാലയവും ഒരു കെട്ടിടത്തിൽ ആയിരുന്നു. റവറൻഡ് എ വത്സരാജ് സ്ഥലം പാസ്റ്ററും ശ്രീ ദേവരാജൻ സാർ HM ആയിരുന്ന ആദ്യകാലങ്ങളിൽ നമ്മുടെ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. കമ്മ്യൂണിറ്റി ഹാൾ. സഭയിലെ നിർധരരായ വിശ്വാസികളുടെ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കും സഭയിലെ വിശേഷ ദിവസങ്ങളിലെ ആവശ്യങ്ങൾക്കും സ്കൂൾ കെട്ടിടം ഉപയോഗിക്കുന്നതിനും അനുമതി നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ സഭയ്ക്ക് സ്വന്തമായി ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കണമെന്ന തീരുമാനം സഭ കൈക്കൊണ്ടു. ഇതിനാവശ്യമായ 14 സെന്റ് സ്ഥലം എട്ടുവിള ശ്രീ എൻ ലാസറും കുടുംബവും 8 സെന്റ് സ്ഥലം പഠനമുള്ള ശ്രീമതി കമലവും വിലയ്ക്ക് നൽകുകയുണ്ടായി. അവരെ ഇത്തരണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിന്റെ പണിക്കാവശ്യമായ പണം സഭയിലെ കുടുംബങ്ങൾക്ക് വരിയിട്ടും സംഭാവന സ്വീകരിച്ചും സഭാ സ്വത്തുകൾ ജാമ്യം നൽകിയും വ്യക്തിഗത വായ്പകൾ തരപ്പെടുത്തിയും സഭാ ഫണ്ട് ഉപയോഗിച്ചുമാണ് പണി പൂർത്തീകരിച്ചത്. പല വിശ്വാസികളും ആഭരണങ്ങൾ പണയം വയ്ക്കാനായി നൽകി സഹായിച്ചിട്ടുണ്ട്. 2011 ജനുവരി 2-ന് സഭാ വാർഷികത്തോടനുബന്ധിച്ച് ഇതിന്റെ പ്രതിഷ്ഠ സഭാ ശുശ്രൂഷകനായിരുന്ന റവറൻഡ് എം ഗോമസ് അവറുകളുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സർക്കിൾ പ്രസിഡന്റ് റവറൻഡ് സി നേശമണി അവറുകൾ നിർവഹിച്ചു. ശ്രീ എം ലാസർ ചെയർമാനും ശ്രീ എ ബാബുരാജ് കൺവീനറും ശ്രീ സി ഡേവിഡ് ജോയിന്റ് കൺവീനറും ശ്രീ ഡി പാലയൻ ഖജാൻജിയുമായ കമ്മിറ്റിയാണ് ഇതിന്റെ പണിക്ക് നേതൃത്വം നൽകിയത്. സഭാ ശുശ്രൂഷകൻ റവറൻഡ് എം ഗോമസ്, ശ്രീ വൈ പത്രോസ് എന്നിവരുടെ സേവനം സ്മരണീയമാണ്. പൊതുശ്മശാന ഭൂമി. സഭയ്ക്കായി ഒരു പൊതു ശ്മശാന സ്ഥലം വേണമെന്നുള്ള സഭാജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം മാനിച്ച് പള്ളിക്കും കമ്മ്യൂണിറ്റി ഹാളിനും പടിഞ്ഞാറ് ഭാഗത്തായി ആദ്യം 4.5 സെന്റ് സ്ഥലവും പിന്നീട് 8 സെന്റ് സ്ഥലവുമായി 12.5 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി അളന്ന് അതിരുകൾ ഇട്ടിട്ടുണ്ട്. ശ്മശാന ഭൂമിക്കായി 50,000 രൂപ സംഭാവന നൽകി ഇതിനാക്കം കൂട്ടിയത് പരുത്തിവിള ശ്രീ ക്ലമൻ ജോൺ റോസ് ആണ്. സംഭാവനകളായും കടമായും തന്ന് പല വിശ്വാസികളും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്. നഴ്സറി സ്കൂൾ. സഭയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൊച്ചുകുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം കണക്കിലെടുത്തും സഭാ സ്കൂളിന്റെ നിലനിൽപ്പും കണക്കിലെടുത്തും 19 വർഷമായി ഒരു നഴ്സറി സ്കൂൾ സഭയുടെ സഹായത്താൽ നടന്നുവരുന്നു. കറസ്പോണ്ടന്റായി ആർ ക്രിസ്ത്യൻ രാജ്, ഹെഡ്മാസ്റ്ററായി ജി ബിജു പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ റാണി, ശാലിനി എന്നിവർ ടീച്ചർമാരായും ശ്രീമതി ലിസി ആയയായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. 2018 മുതൽ നിലവിലുള്ള സഭാ ഭാരവാഹികൾ ഇവരാണ്: പ്രസിഡന്റ് സി ക്രിസ്ത്യൻ രാജ്, സെക്രട്ടറി ആർ ക്രിസ്ത്യൻ രാജ്, ട്രഷറർ എ ബാബുരാജ്, വൈസ് പ്രസിഡന്റ് സി ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി കെ സെൽവരാജ്, ജോയിന്റ് ട്രഷറർ ജി വിജു, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായി ഷൈൻജി പ്രസാദ്, W വിൻസെന്റ് രാജ്, W ബിപിൻ ദാസ്. കപ്യാർ. സഭയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായ ശ്രീ സി ക്രിസ്തുദാസ് അവർകളാണ് കപ്യാർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ ശ്രീ സി റാബിൻ പ്രസ്തുത ജോലി നിർവഹിച്ചു വരുന്നു. കപ്യാർ ശുശ്രൂഷ വളരെ സമർപ്പണത്തോടെ ചെയ്തു വരുന്നുണ്ട്. കുടുംബാംഗങ്ങളും ഈ ശുശ്രൂഷയിൽ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്.
ചർച്ച് കൊയർ. ആരാധനയുടെ ഒരു പ്രധാന ഘടകമാണ് കൊയർ. എണ്ണവിള ശ്രീ എ ബാബുരാജ് മാസ്റ്ററായി ഒരു കൊയർ ഭംഗിയായി നടന്നു വരുന്നു. ക്രിസ്തുമസ് കരോൾ. ആരംഭകാലങ്ങളിൽ ഓരോ വർഷവും ആഗമനകാലം തുടങ്ങുമ്പോൾ ഭജന ആരംഭിക്കുക പതിവായിരുന്നു. കൽപ്പാറപ്പൊറ്റ ശ്രീ സി ക്രിസ്തുദാസ്, വെട്ടുവിള ശ്രീ ജ്ഞാനേന്ദ്രൻ, കൽപ്പാറപ്പൊറ്റ ശ്രീ തങ്കയ്യൻ, തച്ചോട്ടുകുഴി ശ്രീ നേശമണി, വെട്ടുവിള ശ്രീ നേശമണി, ശ്രീ സി റാബിൻ, ശ്രീ കെ ജ്ഞാനമുത്തൻ, ശ്രീ നേശമണി എന്നിവർ കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. ഓരോ വീട്ടിലും 4 പ്രാവശ്യം വരെ അന്ന് കരോൾ ഗാനങ്ങൾ പാടി ക്രിസ്തുമസിന്റെ സന്ദേശം അറിയിച്ചിരുന്നു. യാത്രാ സൗകര്യങ്ങൾ കുറവായിരുന്ന ആ നാളുകളിൽ അത് വളരെ ത്യാഗപൂർണമായ ശുശ്രൂഷയായിരുന്നു. ഇപ്പോൾ കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൺവീനറും ജോയിന്റ് കൺവീനറുമാണ് നേതൃത്വം നൽകുന്നത്. സർവശ്രീ ജെ നല്ലതമ്പി, ഡി പാലയ്യൻ, എൻ ഷാജി, വൈ പത്രോസ്, കെ തങ്കപ്പൻ, എ ബാബുരാജ്, ജെ സെൽവരാജ്, ബെൻസർ രാജ് എന്നിവർ കൺവീനർമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. കരോൾ മാസ്റ്ററായി ശ്രീ എ ബാബുരാജ് നല്ല സേവനം നൽകി വരുന്നു. സൺഡേ സ്കൂൾ. ആദ്യകാലങ്ങളിൽ സൺഡേ സ്കൂൾ പ്രവർത്തനം എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് മുമ്പും ഇടക്കാലത്ത് ആരാധനയ്ക്ക് ശേഷവും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്കും നടത്തിവരുന്നു. വചന പഠനത്തിന്റെ ആദ്യ കളരിയായി സൺഡേ സ്കൂളിനെ കണക്കാക്കുന്നതിനാൽ അത് ഭംഗിയായി ഈ സഭയിൽ നടത്തിവരുന്നു. ധാരാളം കുട്ടികളും അധ്യാപകരും ഇതിൽ പങ്കാളികളാകുന്നു. പ്രീ KG മുതൽ ബൈബിൾ ക്ലാസ് വരെയുള്ള കുട്ടികൾ മലയാളം, തമിഴ് വിഭാഗങ്ങളിൽ പഠിച്ചു വരുന്നു. HM-ആയി ശ്രീമതി എസ്തർ ജോയ്സണും പ്രൊമോട്ടറായി കെ സെൽവരാജും പ്രവർത്തിച്ചു വരുന്നു. ബാലർ സമാജം. ഈ സഭയിൽ കഴിഞ്ഞ 8 വർഷമായി ബാലർ സമാജം വളരെ ഭംഗിയായി നടന്നു വരുന്നു. വചന പഠനത്തിന് പ്രാധാന്യം നൽകി കുട്ടികളുടെ കലാവാസനകൾ വളർത്തിയെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഡാൻസ് പരിശീലനം നൽകി സഭാ വാർഷികത്തിന് പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. കവിതകൾ, ചെറുകഥകൾ എന്നിവ രചിക്കുന്നതിൽ പ്രത്യേക പരിശീലനം കുട്ടികൾ നേടിയിട്ടുണ്ട്. ബാലർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 വർഷമായി ഓരോ കൈയെഴുത്ത് മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ശ്രീ M വിജയരാജനാണ്. ഇപ്പോൾ G വിജു പ്രൊമോട്ടറായി പ്രവർത്തിച്ചു വരുന്നു. VBS. തിരുവനന്തപുരം സിനഡ് VBS തുടങ്ങിയതു മുതൽ ഈ സഭയിലും VBS പഠനം നടത്തിവരുന്നു. വചന പഠനത്തിന് പ്രാമുഖ്യം നൽകി പാട്ട്, ക്രാഫ്റ്റ്, ഡ്രോയിങ്, ഡാൻസ് എന്നിവയും പഠിപ്പിക്കപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ ധാരാളം അക്രൈസ്തവരും മറ്റിതര വിഭാഗങ്ങളിൽപ്പെട്ടവരും ഇവിടെ VBS-ൽ പങ്കെടുത്തിരുന്നു. ബാൻഡ് റൂപ്പ്. കാണവിള ശ്രീ ആർ സത്യദാസ് കൺവീനറായി ഒരു ബാൻഡ് റൂപ്പ് സഭയിൽ രൂപീകരിച്ചിട്ടുണ്ട്. സഭയുടെയും സർക്കിളിൻ്റെയും വിവിധ പരിപാടികളിൽ ഇവരുടെ സേവനം ലഭ്യമാണ്. മറ്റു സഭകളിലും ഈ ട്രൂപ്പിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സെക്രട്ടറി ശ്രീ ക്രിസ്ത്യൻ രാജ്, ജോയിന്റ് ട്രഷറർ ശ്രീ G വിജു മുതലായവരുടെ പ്രത്യേക സേവനം ലഭിച്ചിരുന്നു. ഇപ്പോൾ ശ്രീ ഷൈൻജി പ്രസാദ് പ്രൊമോട്ടറായി പ്രവർത്തിച്ചു വരുന്നു. ലേമൻസ് ലീഗ്. 2016-ൽ അന്ന് പ്രവർത്തിച്ചിരുന്ന റവറൻ ജെ സ്റ്റാലിൻ അവരുടെ ശ്രമഫലമായി ലേമൻസ് ലീഗ് ആരംഭിക്കുകയുണ്ടായി. ആദ്യ പ്രൊമോട്ടറായി ബാബുരാജ് അവർകൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പ്രൊമോട്ടറായി W വിൻസ്റ്റൺ രാജ് അവർകൾ പ്രവർത്തിച്ചു വരുന്നു. പ്രസിഡന്റായി R സത്യദാസും സെക്രട്ടറിയായി സുജികുമാറും ഖജാൻജിയായി ബെൻസർ രാജും കമ്മിറ്റി അംഗങ്ങളായി ജസ്റ്റിൻ ദാസ്, ഗോഡ്ഫ്രീഡ് എന്നിവരും പ്രവർത്തിച്ചു വരുന്നു. രോഗികളായി കിടക്കുന്നവരെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു വരികയും ചെയ്യുന്നു. വനിതാ സമാജം. വനിതകൾക്ക് ശരിയായ പരിജ്ഞാനമുണ്ടായിരുന്നാൽ കുടുംബവും സഭയും വചനത്തിൽ വളരും. അതിന് സഹായകരമാകും വിധത്തിലാണ് വനിതാ സംഘം പ്രവർത്തിച്ചു വരുന്നത്. 1950-ൽ കൽപ്പാറപ്പൊറ്റ ശ്രീമതി T സൗദാമിനിയുടെ നേതൃത്വത്തിൽ വനിതാ സംഘം ആരംഭിക്കുകയുണ്ടായി. പൊൻവിള സ്കൂളിലെ അധ്യാപികയായിരുന്ന ഇവരെ 1953-ൽ കൽപ്പാറപ്പൊറ്റയിൽ സ്ഥലം മാറ്റി നിയമിച്ചു. അതിനാൽ വനിതാ സംഘത്തിന്റെ പ്രവർത്തനത്തെ അന്ന് വിപുലപ്പെടുത്തുവാൻ സഹായിച്ചിരുന്നു. ഇപ്പോൾ ശ്രീമതി മേഴ്സി ജാനറ്റ് പ്രസിഡന്റായുള്ള കമ്മിറ്റിയാണ് നിലവിലുള്ളത്. സഭാ ശുശ്രൂഷകൻ യോഗങ്ങളിൽ വചനപഠന ക്ലാസ് നടത്താറുണ്ട്. വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു വരുന്നു. ഭവനങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കായി ആട് വളർത്തൽ, കോഴി വളർത്തൽ, ചിട്ടി എന്നിവയും നടത്തിവരുന്നു. യൂത്ത് ലീഗ്. സഭയുടെ കീഴിൽ പ്രൊമോട്ടർ ശ്രീ C ഡേവിഡ്, പ്രസിഡന്റ് ഗോഡ്വിൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തിച്ചു വരുന്നു. യുവജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകും വിധം സഭാ ശുശ്രൂഷകൻ ബൈബിൾ ക്ലാസ് എടുക്കാറുണ്ട്.
സഭാജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫലപ്രദമായി യുവജനവാരം നടത്തിവരുന്നു. സാമൂഹിക പ്രവർത്തനങ്ങളിലും യൂത്ത് ലീഗ് ശ്രദ്ധ പതിപ്പിച്ചു വരുന്നു. ശ്രീ എൻ ഷാജി യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ എണ്ണവിള ശ്രീ പൊന്നയ്യനും കുടുംബത്തിനും ഒരു ഭവനം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലക്കി ടിപ്പിലൂടെ ശേഖരിക്കുന്ന ധനം ക്യാൻസർ ബാധിതർക്കും രോഗാവസ്ഥയിൽ ആയിരിക്കുന്നവർക്കും സഹായിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ശ്രീ എൻ ഷാജി പ്രൊമോട്ടറായും ശ്രീ ആർ കൃഷ്ണൻരാജ് പ്രസിഡന്റുമായിരിക്കെ സഭയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സഭയുടെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് പണിതിട്ടുണ്ട്. ഉപസംഹാരം. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും, ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്കും, അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും നമ്മുടെ കരങ്ങളെ പിടിച്ചുയർത്തുവാൻ സഹായിച്ച മിഷണറിയായിരുന്ന റവറൻ ആൽവിൻ എ മുള്ളറിനെയും വചന ശുശ്രൂഷയിൽ നമ്മെ വഴി നടത്തിയ മറ്റ് മിഷണറിമാരെയും സഭാ ശുശ്രൂഷകരെയും ഡീക്കന്മാരെയും നമുക്ക് എന്നുമെന്നും നന്ദിയോടെ സ്മരിക്കാം. മഹത്വം, ബൃഹത്തും കണ്ടതും കേട്ടതുമായ മേൽ പ്രസ്താവിച്ച വസ്തുതകൾ കോർത്തിണക്കി സഭാചരിത്രം എഴുതി സഹായിച്ച ശ്രീ കെ നേശമണി അവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നമുക്കും ഭാവി തലമുറയ്ക്കും പ്രയോജനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ടും ഈ സഭാചരിത്രം നിങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിച്ചു കൊള്ളുന്നു. എന്ന് യൂത്ത് ലീഗ്. പാവനാത്മാ ദൈവാത്മാവേ സ്നേഹാഗ്നി ജ്വാലയായി മെല്ലെ എൻ ഹൃദയത്തിൽ നീ താനിറങ്ങി വന്നിടേണേ. വിശ്വാസപാതയിൽ ചരിക്കാൻ അടിപതറാതെ ആശ്വാസദായകന്റെ കൂടെ നേരിൻ വഴിയിൽ കാവൽ വിളക്ക് പോലെ വരണേ. വരമേഴുമിന്നരുളേണമേ, ഫലമേറെയായി ചൊരിയണമേ. പൂമാരി പോലെന്നിൽ ദാനവൃഷ്ടിയേകൂ. ആരാധ്യനായ പാവനാത്മാ ദൈവാത്മാവേ സ്നേഹാഗ്നി ജ്വാലയായി മെല്ലെ എൻ ഹൃദയത്തിൽ നീ താണിറങ്ങി വന്നിടേണേ. ഭൂവിലൊന്നിനും കൈപ്പില്ല നീ എന്നിൽ ചേർന്നിടുമ്പോൾ. സഹനമൊക്കെയും കൃപയായെന്നും മാറ്റിടുന്നവൻ നീ. ആത്മശക്തിയായി നീ എന്നെന്നും എൻ മനം നിറയ്ക്കൂ. ജ്ഞാനദാനവർഷം കൊണ്ടെന്റെ ഉള്ളു നീ തുറക്കൂ. സെഹിയോനിൽ തെളിവായൊരു വെളിവിന്റെ പൊന്നിൻ നിറകതിരേ. ആരാധ്യനായ പാവനാത്മാ ദൈവാത്മാവേ സ്നേഹാഗ്നി ജ്വാലയായി മെല്ലെ എൻ ഹൃദയത്തിൽ നീ താണിറ